രാമായ രാമചന്ദ്രായ രാമഭദ്രായ വേതസേ രഘുനാഥായ നാഥായ സീതായ പദേ നമ. കൂജന്തൻ രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാൽമീകി കോകിലം ജാനകീ ജീവനസ്മരണം. ജയ രാമ രാമ. നമസ്കാരം. സനാതന ധർമ്മസംഹിതകളിലെ വിജ്ഞാനശകലങ്ങൾ പങ്കുവയ്ക്കാനായുള്ള ചാനലായ നാദശ്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയരെ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു. ശ്രീമദ് വാൽമീകി രാമായണത്തിൽ രാമൻ സീതയെ സ്വീകരിച്ചതായിട്ടുള്ള രംഗങ്ങളാണ് നമ്മൾ പറഞ്ഞത്. അഗ്നിസാക്ഷിയായിട്ട് സീത ശുദ്ധയാണ് എന്ന് രാമന് നല്ലപോലെ അറിയാമെങ്കിലും ലോകരുടെ വിശ്വാസത്തിനും മറ്റവിടെ സാക്ഷിയായി നിൽക്കുന്ന ദേവന്മാർക്കൊക്കെ ബോധ്യമാവാനും വേണ്ടി മാത്രം അഗ്നിപ്രവേശം നടത്തി ആ അഗ്നി ദേവൻ രാമൻ്റെ കയ്യിൽ സീതയെ ഏൽപ്പിച്ചു. സീതയോട് പറഞ്ഞു, ഇതുപോലെ ഒരു മനുഷ്യനല്ല ദേവി ഈ രാമൻ, സാക്ഷാൽ മഹാവിഷ്ണുവിൻ്റെ അവതാരമാണ്. മനുഷ്യനാൽ മാത്രം വധിക്കപ്പെടുന്നതായിട്ടുള്ള രാവണനെ വധിക്കാൻ വേണ്ടി അവതരിച്ചവനാണെന്നും ലോകനാഥനാണെന്നും പറഞ്ഞ് ഒരുപാട് ഭഗവാന്റെ ആ ഒരു വിഷ്ണുവിൻ്റെ മാഹാത്മ്യം പറഞ്ഞാൽ തീരുമോ? അവരെല്ലാവരും സൂചിപ്പിച്ചു. അതേപോലെ രാമനോടും പറഞ്ഞു, ഇതുപോലൊരു പത്നിയെ വേറെ കിട്ടില്ല. അതുകൊണ്ട് രാമ, എല്ലാവിധത്തിലും അങ്ങേക്ക് അനുയോജ്യ തന്നെയാണ് ഈ സീത എന്നും. ഈ സമയത്ത് ശിവൻ അവിടെ അന്തരീക്ഷത്തിൽ പ്രത്യക്ഷപ്പെട്ടു, രാമനെ വന്ദിച്ചു. ശിവൻ രാമനെ വന്ദിക്കുക എന്ന് പറഞ്ഞാൽ രാമൻ ആരാവണം? തീർച്ചയായിട്ടും വിഷ്ണു ആവണം. അല്ലാത്തൊരാളെ ശിവന് വന്ദിക്കേണ്ട ആവശ്യമില്ല. ശിവൻ തന്നെ ഈശ്വരനല്ലേ. എന്നിട്ട് പറഞ്ഞു, വളരെ അത്ഭുതകരമായിട്ടുള്ള കാര്യമാണ് അങ്ങ് ചെയ്തത്. ഭാഗ്യം കൊണ്ട് രാവണവധം സാധിച്ചു. ദിഷ്ട്യാ സർവസ്യ ലോകസ്യ പ്രവൃത്തം ദാരുണം തമ. എല്ലാ ലോകത്തിലും ദാരുണമായിട്ടുള്ള പ്രവൃത്തികളും അന്ധകാരവും നിറച്ച ഈ ദുഷ്ടനെ അല്ലയോ രാമ, അങ്ങയ്ക്ക് വധിക്കാൻ കഴിഞ്ഞത് ഏറ്റവും വലിയ നേട്ടം. ലോകത്തിന് മുഴുവൻ യശസ്കരമായിട്ടുള്ള ഗുണകരമായിട്ടുള്ള പ്രവൃത്തിയാണ് അങ്ങ് ചെയ്തത്. ഇനി എന്ത് ചെയ്യണം? ഇക്ഷ്വാകു വംശത്തിൻ്റെ കീർത്തി നിലനിർത്താൻ വേണ്ടിയിട്ട് അങ്ങ് രാജ്യം ഭരിക്കണം, അയോധ്യയിലേക്ക് മടങ്ങണം. കൃതകാര്യങ്ങളെല്ലാം സാധിച്ചു. അശ്വമേധയാഗം ചെയ്ത് യശസ് നേടി ബ്രാഹ്മണർക്ക് ധനധാന്യാദികളൊക്കെ ദാനം ചെയ്ത് എല്ലാ നിലയ്ക്കും കൃതകൃത്യനായിട്ട് എന്തും കൂടി ചെയ്യാനുണ്ട്? സ്വർഗത്തിലേക്ക് പോകണം. എന്നാലല്ലേ അവസാനിക്കുള്ളൂ, കഥ അവസാനിക്കണ്ടേ. പരമേശ്വരൻ ഓർമ്മിപ്പിക്കേണ്ട ആവശ്യമില്ലെങ്കിലും പരമേശ്വരൻ ബ്രഹ്മാവരൊക്കെ അങ്ങനെ ഓർമ്മിപ്പിക്കും. അങ്ങനെയാണ് അതിൻ്റെ ഒരു സമ്പ്രദായം. അതുകൊണ്ട് അങ്ങേക്ക് സ്വർഗം പ്രാപിക്കണം. എന്തിൽ മാത്രമേ അല്ലേ, ഇവിടെ തന്നെ കഴിഞ്ഞുകൂടല്ലോ വേണ്ടത് എന്ന് ഓർമ്മിപ്പിച്ചു. സാക്ഷാൽ പരമേശ്വരൻ മഹേശ്വരൻ. ശിവൻ്റെ ഒരു ഗംഭീര സ്തുതിയൊക്കെ ഉണ്ട് അധ്യാത്മരാമായണത്തിൽ. ഇന്ദ്രസ്തുതി, ശിവസ്തുതി, ബ്രഹ്മസ്തുതി. ഇവിടെ ആ ഒരു സ്തുതികൾ കാണുന്നില്ല, അത്രയേ ഉള്ളൂ. അതുകൊണ്ട് വാമൻ മനുഷ്യനാണ് എന്നർത്ഥമൊന്നുമില്ല. വിരക്തനെ പറഞ്ഞിരിക്കുന്നത് ഈശ്വരനാണ്. ഈ സ്തുതി ഇല്ലാത്തതുകൊണ്ടായിരിക്കാം ചിലരിങ്ങനെ പറയുന്നത് മനുഷ്യനായിട്ടേ കണ്ടിട്ട് സ്തുതി ഇല്ല എന്നുള്ളത് കൊണ്ട് മാത്രം ഈശ്വരനല്ല എന്നർത്ഥമൊന്നുമില്ല. ഈശ്വരൻ തന്നെയാണ് എന്ന് ഇപ്പം ഇതാ പറഞ്ഞ് നാമ്പെടുത്തിട്ടേ ഉള്ളൂ ഇന്ദ്രനൊക്കെ. സ്തുതിയാണെന്നില്ല എന്ന് മാത്രം. എന്താണോ വേണ്ടതെന്ന് വെച്ചത്. ഈ സമയത്ത് ഒരു അത്ഭുതം ഉണ്ടായി എന്നാണ്. ദശരഥൻ അന്തരീക്ഷത്തിൽ കാണപ്പെട്ടു. അത് ശരിക്കും ഉണ്ടാവുമോ എന്നൊരു തർക്ക വിഷയമാക്കണ്ട. ശാസ്ത്രീയമായിട്ട് മരിച്ചു പോയിട്ടുള്ള ഒരാൾ ശരീരം എടുത്തിട്ട് വരില്ല, ഇന്ന് വരെ കണ്ടിട്ടില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ അതൊരു പ്രതീതി മാത്രമാണ്, കാണുന്നവരുടെ മനസ്സിൻ്റെ പ്രതീതി. ഒരാളില്ലാത്തപ്പോൾ ഒരാളുണ്ട് എന്നൊക്കെ നമുക്ക് തോന്നും. ഒരാളെ തന്നെ നനച്ചിരുന്നാൽ വരുന്നവനൊക്കെ അവനെന്ന് തോന്നും. ഒരു നാടൻ ശൈലിയുണ്ട്. ഒരാൾ മരിച്ചുപോയ ആളെ കുറിച്ചുള്ള ചിന്ത അവരുമായിട്ട് ബന്ധപ്പെട്ടവർക്കുണ്ടോ, അപ്പോൾ കണ്ടു കേട്ടു എന്നൊക്കെ തോന്നുകയാണ്. ഒക്കെ മനസ്സിൻ്റെ വിഭ്രാന്തിയാണ്.
സത്യത്തിൽ മരിച്ചു പോയിട്ടുള്ള ഒരാത്മാവ് ഒരിക്കലും ആ പഴയ ശരീരം കൊണ്ട് നമ്മുടെ മുമ്പിലേക്ക് വരില്ല. പഴയ ശരീരം കൊണ്ട് വരില്ല എന്നേ ഉള്ളൂ. പുതിയ രീതിയിൽ നമുക്ക് അനുഭവങ്ങളുണ്ടാവാം, അതില്ല എന്ന് പറയുന്നില്ല. നല്ല അനുഭവങ്ങളും ഉണ്ടാവാം, ചീത്ത അനുഭവങ്ങളും ഉണ്ടാവാം. ശരീരം കൊണ്ട് വരില്ല. ശബ്ദം ചിലപ്പോൾ കേട്ടു എന്ന് പറയുന്നു ചിലർ, അതാവാം. ചില പ്രതീതികളുണ്ടാവാം, ചില അനുഭവങ്ങളുണ്ടാവാം, ശുഭം ഉണ്ടാവാം, അശുഭം ഉണ്ടാവാം. പക്ഷേ ആ ശരീരം അത് ഈ കാണുന്ന ആളുടെ ശരിക്കും ഒരു മാനസിക വിഭ്രാന്തിയാണ്. അങ്ങനെ ഒരു ശരീരം എടുത്തിട്ട് മരിച്ചു പോയിട്ടുള്ള ആത്മാവ് വരില്ല, 100% ഉറപ്പിക്കാം. കണ്ടു കേട്ടു എന്നൊക്കെ പറയുന്നത് നുണയാണ് എന്ന് പറയുന്നില്ല, അതെന്തോ അവരുടെ തോന്നലാണ്. സാഹചര്യങ്ങൾക്കനുസരിച്ചിട്ട് അങ്ങനെ തോന്നും. ശബ്ദം കൂടി കേട്ടാലും കാണാൻ സാധ്യമല്ല. ആ ശരീരത്തിലേക്ക് എടുക്കാൻ കഴിയുന്നില്ല. അങ്ങനെ സംഗതി ഇല്ല എന്ന് തന്നെയാണ് ശാസ്ത്രജ്ഞന്മാർ പറയുന്നത്. തോന്നലുകളാണ് ഇതൊക്കെ. മനസ്സിന് എന്താണ് തോന്നിക്കൂടാതെ? എന്തോട്ടെ, അത് ഇപ്പം ഇവിടുത്തെ വിഷയം അതല്ലല്ലോ. ദശരഥനെ കണ്ടു എന്ന് ഒരു പ്രതീതി രാമനുണ്ടായിരിക്കാം, അത്രയേ ഉള്ളൂ. ഇത് എഴുതിയതൊരു മനുഷ്യൻ തന്നെ ആയിരിക്കണമല്ലോ. അപ്പോൾ മനുഷ്യൻ്റെ ഭാവന വെച്ച് എഴുതിയതായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. എല്ലാതും അക്ഷരം പ്രതി സംഭവിച്ചതാവണമെന്നൊന്നുമില്ല. ഒരു ഇതിഹാസമോ പുരാണമോ എഴുതുമ്പോൾ സംഭവിച്ചതുണ്ടാവും, സംഭവിക്കാത്തതുണ്ടാവും, എഴുതുന്ന ആളുടെ ഭാവന ഉണ്ടാവും. ലോകത്തിൽ പറഞ്ഞു വരുന്നത് കഥയാക്കിയിട്ട് വരും, സംഭവിച്ചതും ഉണ്ടാവും, സംഭവിക്കാത്തതും ചേർക്കും. അങ്ങനെയാണ് ഇതിഹാസവും പുരാണവും വരുള്ളൂ. എന്തായാലും ദശരഥനെ കണ്ടു എന്ന് നമ്മുടെ ഒരു സങ്കല്പമോ പറഞ്ഞു വരലോ പ്രകാരം ഇവിടെ ഇങ്ങനെ പറഞ്ഞു. അതൊന്നും സത്യമായിട്ട് ഒരു അനുഭവമായിട്ട് ഇവിടെ ശരിക്കൊന്നും ആർക്കും ഉണ്ടാവുന്നതല്ല. വെളുത്ത വസ്ത്രം ധരിച്ചിട്ടാണ് കണ്ടത്. അങ്ങനെയുള്ള ദശരഥനെ രാമനെ പുണർന്നു. എന്നിട്ട് പറഞ്ഞു, രാമ, നിന്നെ പിരിഞ്ഞതിൽ കാട്ടിൽ പോയ മുതൽക്ക് ഞാൻ അനുഭവിച്ച ദുഃഖം ഒരിക്കലും വാക്കുകൊണ്ട് പറയാൻ സാധ്യമല്ല. എനിക്ക് ഈ സ്വർഗമോ 3 ലോകമോ നിന്നേക്കാൾ വലുതല്ല എന്നാണ് ദശരഥൻ ഈ സമയത്ത് പറഞ്ഞത്. അതുകൊണ്ട് എന്താണ്, കൈകേയി പറഞ്ഞ ക്രൂരമായിട്ടുള്ള ആ വാക്കുകളും വരം ചോദിക്കലും ഒരിക്കലും എനിക്ക് മറക്കാൻ കഴിയില്ല. എങ്ങനെ അവൾക്ക് ഇത് ആവശ്യപ്പെടാൻ കഴിഞ്ഞു എന്ന് ഇപ്പോഴും എനിക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. മറക്കില്ല ഞാൻ എന്ന് പറയുകയാണ്. അപ്പോഴും രാമൻ എന്താ പറഞ്ഞതറിയോ? അച്ഛാ, അതൊക്കെ വിട്ടേക്കൂ. ദേവന്മാർ അമ്മയെ കൊണ്ട് പറയിപ്പിച്ചതാണ്, കൈകേയമ്മയെ കൊണ്ട്. ഇതാനിന്തു വിജാനാമി യഥാ സൗമ്യ സുരേശ്വരി വധാർത്ഥൻ രാവണശ്ചേദം വിഹിതം പുരുഷോത്തമ. രാവണവധത്തിനായിക്കൊണ്ട് കൈകേയെ കൊണ്ട് ദേവന്മാർ ചെയ്ത പരിപാടിയാണ് ഇത്. സത്യമല്ലേ? സരസ്വതിയോട് മന്ദരയുടെ നാവുമ്പിൽ പോയിട്ട് നിന്ന് വേണ്ട വിധം പറഞ്ഞ് കൈകേയെ ധരിപ്പിക്കാൻ ദേവകൾ ആവശ്യപ്പെട്ടിട്ടുമുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ദേവകൾ ചെയ്യിച്ചതാണ് രാവണവധാർത്ഥം. ഞാൻ മനുഷ്യനായി വന്നിട്ട് വേണം രാവണവധം. കാട്ടിൽ പോയിട്ടില്ലെങ്കിൽ സീത ഭരിക്കപ്പെടില്ല, രാവണവധം ഉണ്ടാവില്ല. അതുകൊണ്ട് അതെല്ലാം കഴിഞ്ഞു പോയി. ഇനിയും കൈകേയിയോടുള്ള ഒരു മാനസിക ദോഷങ്ങളൊന്നും വെക്കണ്ട. അതുകൊണ്ട് ദശരഥൻ പറഞ്ഞു, അത് കഴിഞ്ഞു, നഗരത്തിൽ നീ വേഗം അയോധ്യയ്ക്ക് പോവുക. അവിടെ ഒരു രാജ്യം, പ്രജകളും നിന്നെ കാത്തിരിക്കുന്നു. ഭരതനുമായിട്ട് സമാഗമിച്ച് നല്ലൊരു ഭരണം കാഴ്ചവെക്കണം. രാമരാജ്യം അതൊരു വലിയ സ്വപ്നമാണ് പലർക്കും. രാമരാജ്യം എന്നാണ് നല്ലൊരു രാജ്യത്തിന് നമ്മളൊരു ഇതായിട്ട് പറയുക, ഒരു പേരായിട്ട് പറയും. രാമരാജ്യമാവൂ എന്താ അവിടെ എന്നൊക്കെ നമ്മളൊരു പഴഞ്ചൊല്ല് പോലും ആയിരിക്കണു. അതുകൊണ്ട് രാമ, ആ ഒരു ഭരണം നീ കാഴ്ചവെക്കണം. ഒരുപാട് ജനങ്ങളുടെ ആഗ്രഹമാണ്. ഒരാളുടെയോ എൻ്റെയോ മാത്രമല്ല, സീതയോടും ലക്ഷ്മണനോടും ഒപ്പം 14 വർഷം എനിക്ക് വേണ്ടിയല്ലേ നീ പിന്നിട്ടത്. എൻ്റെ സത്യത്തെ പാലിക്കാൻ വേണ്ടിയിട്ട് നീ ഇത്തരത്തിലൊരു പുത്രൻ ആരാ ഉണ്ടാവുക, എവിടുന്നാണ് കിട്ടുക? അതുകൊണ്ട് സർവ്വവിധ മംഗളങ്ങളും നിനക്കുണ്ടാവും. ആ പ്രതിജ്ഞ നീ നിറവേറ്റി 14 വർഷത്തെ വനവാസം പൂർത്തിയാക്കി രാവണവധവും സാധിച്ചു.
നീ ദീർഘായുഷ്മാനായിട്ടിരിക്കുക. അതൊരനുഗ്രഹം മാത്രമാണ്. ദീർഘായുഷ്മാനാവുന്നില്ല. അധികം താമസിയാണ്ട് സരയൂ നദിയിൽ മുങ്ങി ദേഹം ഉപേക്ഷിക്കുന്നുണ്ടെങ്കിലും സമ്പ്രദായപ്രകാരം അനുഗ്രഹിച്ചു എന്ന് വേണം കരുതാൻ. ജീവ, നീ ജീവിച്ചാലും കൃതം കർമ്മം യശശ്ലാഘ്യം പ്രാപ്തന്തേ ശത്രുസൂദന, ശത്രുവിനെ വകവരുത്തിയ രാമ, പ്രാതൃവിസ്തകരാജത്വ ദീർഘമായുർ അവാപ്നുഹി, ദീർഘമായുർ ആയുസ് ഉണ്ടാവട്ടെ. പുരുഷന്മാർ നമസ്കരിച്ച അവരെ അനുഗ്രഹിക്കുക. അത്ര ആയുഷ്മാൻ ഭവ, ആയുഷ്മാൻ ഭവ എന്നാണ് അനുഗ്രഹിക്കേണ്ടത്. ഏറ്റവും വലിയ അനുഗ്രഹം ആയുഷ്മാൻ ഭവ. സമ്പത്തുണ്ടാവട്ടെ, വേറൊന്നുണ്ടാവട്ടെ, ഭൂമി അതൊന്നും അല്ല എന്നാൽ പണ്ട് പതിവ്. ആയുഷ്മാൻ ഭവ വലിയൊരു സമ്പത്താണ് ആയുസ്. ആയുസ്സുണ്ടെങ്കിലല്ലേ ബാക്കിയൊക്കെ ഉള്ളൂ. സ്ത്രീകൾ ആണ് അനുഗ്രഹം കൊടുക്കേണ്ട സ്ത്രീകൾക്കെങ്കിൽ ദീർഘസുമംഗലി ഭവ. ഇവിടെ ഏറ്റവും വലിയ സമ്പത്ത് ഭർത്താവിനോട് കൂടിയുള്ള ജീവിതമാണ്. അപ്പം അത് ദീർഘസുമംഗലി വര, പ്രത്യേകമൊന്നും വൈദവ്യം ബാധിച്ച് ദുഃഖം അനുഭവിക്കാൻ ഇടവരാതെ ദീർഘസുമംഗലി ഭവ എന്ന് സ്ത്രീകളെ അനുഗ്രഹിച്ചിരുന്നു പണ്ട് അറിവുള്ളവർ. ഇവിടെ ജീവ, ആയുസ് ഉണ്ടാവട്ടെ, ദീർഘമായൂർ അവാപ്നുഹി, ആയുഷ്മാൻ ഭവ എന്ന് രാമനെ ദശരഥൻ അനുഗ്രഹിച്ചു. കൈകേയിയോടും ഭരതനോടും കൂടി സുഖമായിട്ട് വസിച്ചാലും പുത്രനോട് കൂടിയിട്ട് ഞാൻ ഈ കൈകേയിയെ ഉപേക്ഷിക്കുകയാണ് എന്ന് ദശരഥനൊരു വാക്ക് പറഞ്ഞിരുന്നു. ഇത്തരത്തിലൊരു ക്രൂരവരം ചോദിച്ചതുകൊണ്ട് കൈകേയി, നീ ഇന്നു മുതൽ എൻ്റെ പത്നിയല്ല, ഞാനും നീയും തമ്മിലൊരു ബന്ധവുമില്ല, ഭരത നീയും എൻ്റെ പുത്രനല്ല എന്ന് പറഞ്ഞില്ലേ. രാമൻ പറയണം, അച്ഛാ ആ ശാപം അച്ഛൻ പിൻവലിക്കണം. നോക്കൂ രാമൻ്റെ മനസ്സ്. ആ കൈകേയിക്കും ഭരതനും പിതൃശാപം ഉണ്ടാവരുത്. എൻ്റെ സഹോദരനാണ് ഭരതൻ. ആ ഭരതനും എൻ്റെ അമ്മ പോലെ തന്നെ ഇല്ലേ കൈകേയി, പ്രസവിച്ചിട്ടില്ലെങ്കിലും എന്തിനാണ് അവരെ ഇങ്ങനെ ശപിച്ചത്? ആ ശാപം അച്ഛൻ പിൻവലിക്കണം എന്നാണ് രാമൻ പറഞ്ഞത്. അതാണ് രാമൻ. ഒരാളോടും കന്മഷമില്ല. അതെന്താ വെച്ചാൽ ഒന്നാമത് അറിവുണ്ട്. ഈ കാട്ടിലേക്ക് അയച്ചതൊന്നും കൈകേയിയുടെ കുറ്റമല്ല. നമ്മൾ രാമായണത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു പ്രധാന തത്വം കൈകേയിയുടെ കുറ്റമല്ല. ചിലർക്കെങ്കിലും ചിലപ്പോഴെങ്കിലും കൈകേയിയോട് ദേഷ്യം വരും, പാടില്ല. മന്ദരോടും പാടില്ല. ഇതൊക്കെ കഥാപാത്രങ്ങളല്ലേ. ദേവന്മാർ മുകളിൽ നിന്ന് അറേഞ്ച് ചെയ്തിട്ടുള്ള നാടകത്തിലത്തെ കഥാപാത്രങ്ങളാണ് ഇവർ. ആ കഥാപാത്രങ്ങൾ അവർ നന്നായിട്ട് ആടിയെന്നല്ലാണ്ട് അവരെന്താണ് തെറ്റ്? കഥയിലോ സിനിമയിലോ ക്രൂരനായിട്ട് ബലാത്സംഗം ചെയ്യപ്പെട്ട നായകൻ ഒരിക്കലും കുറ്റക്കാരനല്ല. അവനെ ബലാത്സംഗക്കാരാക്കിയത് കഥാകൃത്തല്ലേ. ജീവിതത്തിൽ വന്ന അയാൾ ചിലപ്പോൾ നല്ല ആളായിരിക്കും. നമുക്ക് അയാളോടൊക്കെ കണ്ടാൽ ദേഷ്യം വരും, അതാ വില്ലനല്ലേ എന്നാ നമ്മുടെ മനസ്സിൽ. അതുപോലെയുള്ളൂ മന്ദരിയും കൈകേയി. രാമനത് നല്ലോണം അറിയാം. അതാണ് അച്ഛാ ആ ശാപമൊന്നും അവരെ ബാധിക്കരുത്, എനിക്ക് അതാണ് അപ്പം അച്ഛനോട് അപേക്ഷിക്കാനുള്ളത് എന്ന് പറഞ്ഞു. അങ്ങനെ ലക്ഷ്മണ, നീ ഉത്തമ മാതൃകയാണ്. അതിനൊക്കെ നിനക്ക് ഫലം തീർച്ചയായിട്ടും കിട്ടിക്കഴിഞ്ഞിരിക്കുന്നു, ഇനിയും കിട്ടുകയും ചെയ്യും. സീതയോടൊപ്പം രാമനെ ഭക്തിപൂർവം ശുശ്രൂഷിക്കാൻ നിനക്ക് തോന്നും ചെയ്തു. അത് വിജയപ്രദമായിട്ട് നീ നടപ്പാക്കുകയും ചെയ്തു. ഏറ്റവും നല്ല സഹോദര മാതൃകയാണ് ലക്ഷ്മണ. നീ ഭരതനോ ശത്രുഘ്നനോ കിട്ടാത്ത സ്ഥാനമുണ്ട് രാമായണത്തിൽ ലക്ഷ്മണൻ. എല്ലാ ജീവിത സുഖങ്ങളും ഉപേക്ഷിച്ച് ഏട്ടന് വേണ്ടി, ഏട്ടൻ ഈശ്വരനാണ്, അതുകൊണ്ടാണ് അതിനു വേണ്ടി ഇങ്ങനെ ചെയ്തിട്ടുള്ളൊരു സഹോദരനെ ഒരു ചരിത്രത്തിലും നമുക്ക് കാണാൻ കഴിയില്ല. രാമൻ തന്നെ പല ദിക്കിലും പറയുന്നുണ്ട്, നല്ലപോലെ ലോകത്തിൽ തിരഞ്ഞാൽ സീതയെ പോലെ ഒരു സ്ത്രീയെ കിട്ടിയേക്കാം. നല്ല സ്ത്രീകളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്, പക്ഷേ ലക്ഷ്മണനെ പോലൊരു സഹോദരനെ കിട്ടില്ല എന്നാണ്. ലക്ഷ്മണനെ പോലെ ഒരു സഹോദരനെ ഈ ലോകം തിരഞ്ഞാൽ കിട്ടില്ല. ലക്ഷ്മണൻ മരിക്കണ സമയത്ത് മരിച്ചു എന്ന് തെറ്റിദ്ധരിക്കുകയാണ് രാമൻ. ബ്രഹ്മാസ്ത്രം ഏറ്റിട്ടും ആകാസ്ത്രം ഏറ്റിട്ട് മരിക്കണ സമയത്താണ് ഈ വാക്ക് പറയണത്. അതുകൊണ്ട് ലക്ഷ്മണൻ മരിച്ചിട്ട് ഞാൻ എന്തിനാണ് ജീവിക്കുന്നത്? ഇപ്പം രാമനടക്കം സമ്മതിച്ചിട്ടുണ്ട്. അതുകൊണ്ട് കീർത്തി, സ്വർഗം, മഹിമ മുതലായിട്ടുള്ളതെല്ലാം രാമ അങ്ങ് നേടുമെന്ന് ദശരഥൻ രാമനെ അനുഗ്രഹിച്ചു. ലക്ഷ്മണനോടും പറഞ്ഞു, നീ രാമനെ തുടർന്നും സേവിച്ച് നിനക്ക് തീർച്ചയായിട്ടും ശ്രേയസ് ഉണ്ടാവും. ഇന്ദ്രന്മാരും മുനികളും എല്ലാം ഈ രാമനെ പൂജിക്കുന്നു. കണ്ടോ, ഒരു സാധാരണ രാജാവിനെ ഇന്ദ്രനൊന്നും പൂജിക്കില്ല. ഏതൽ
തദുക്തം അവ്യക്തം അക്ഷരം ബ്രഹ്മനിർമ്മിതം ദേവാനാം ഹൃദയം സൗമ്യ ഗുഹ്യം രാമ പരന്തപ. ഇത് ഈശ്വരൻ തന്നെയാണ്. അവ്യക്തവും അക്ഷരവും ബ്രഹ്മനിർമ്മിതവും ദേവന്മാരുടെ ഹൃദയവും ആയ ബ്രഹ്മമാണ് രാമൻ. ഈ രാമായണത്തിൽ വീണ്ടും തെളിവ്, ബ്രഹ്മൻ തന്നെയാണ് രാമൻ എന്ന് പറഞ്ഞിരിക്കുന്നു. അതിനുശേഷം ദശരഥ സീതയോട് പറഞ്ഞു, സീതയെ, ധർമാത്മാവായ രാജാവ് കൈകൂപ്പി നിൽക്കുന്ന നീ ലക്ഷ്മണനോട് പറഞ്ഞതിന് ശേഷം സീതയോടും പറഞ്ഞു, സാക്ഷാൽ ഈശ്വരനെ ഭർത്താവായി കിട്ടിയ നീ ഭാഗ്യവതിയാണ്. ആ രാമനെ വേണ്ടവണ്ണം സേവിച്ചു, രാമൻ്റെ പ്രീതി നീ നേടി, നിനക്കും എല്ലാവിധ മംഗളങ്ങളും ഞാൻ അനുഗ്രഹിക്കുന്നു എന്നും പറഞ്ഞ് ദശരഥൻ അന്തരീക്ഷത്തിലേക്ക് വിണ്ണിലേക്ക് മറഞ്ഞു. അപ്പോൾ ഇന്ദ്രൻ അവിടെ പ്രത്യക്ഷമായി. മഹേശ്വരൻ്റെ കാര്യം പറഞ്ഞു, ബ്രഹ്മാവിൻ്റെ കാര്യം പറഞ്ഞു, ദശരഥൻ്റെ കാര്യം പറഞ്ഞു. പിന്നെ അവിടെ അദൃശ്യരൂപിയായിട്ടെന്ന് പറഞ്ഞത് എല്ലാവർക്കും അങ്ങനെ കാണില്ല. ഇന്ദ്രൻ വന്നു. ഇന്ദ്രനെ എല്ലാവർക്കും കാണാൻ പറ്റില്ലല്ലോ. ഇന്ദ്രൻ ചോദിച്ചു, രാമ, എന്തൊരു വരമാണ് അങ്ങേക്ക് ഞാൻ തരേണ്ടത്? അമോഘം ദർശനൻ രാമ തവാസ്മാകം പരന്തവ. സാധാരണ ഇന്ദ്രനെ കാണാൻ പ്രയാസം എന്ന് ഇവിടെ നേരെ തിരിച്ച, രാമ അങ്ങേ കാണാൻ തന്നെ എപ്പോഴും സാധ്യമല്ല. തീർച്ചയായില്ലേ ഈശ്വരനാണെന്ന് അവിടെയും പറഞ്ഞതാ. അമോഘം ദർശനൻ രാമ, അങ്ങേ കാണാൻ എളുപ്പമല്ല, എല്ലാവർക്കും സുലഭമല്ലാത്ത ദർശനം ഇതാ എനിക്ക് കിട്ടി. ഇന്ദ്രനാ പറയണം. എന്താണ് അങ്ങേക്ക് വരം വേണ്ടത്? പ്രീതിയുക്താസ്മ തേനത്വം ബ്രൂഹിയൻ മനസ്സേച്ഛസി. എന്താണ് മനസ്സുകൊണ്ട് അങ്ങ് ആഗ്രഹിക്കുന്നത്? രാമൻ പറഞ്ഞു, എനിക്ക് വേണ്ടി ഉണ്ടോ രാമൻ്റെ ആ ഒരു കാരുണ്യം, എല്ലാ വിധത്തിലും ശ്രമിച്ച വാനരന്മാർക്ക് എല്ലാവിധ സുഖവും കൊടുത്താൽ മതി, എനിക്കൊരു വരവും വേണ്ട. ആ രാമൻ, ഞാൻ സീതയായിട്ട് പിരിഞ്ഞ ദുഃഖം എനിക്ക് നല്ലോണം അറിയാം. അതുകൊണ്ട് ദേവേന്ദ്ര, ആ പത്നിമാരുമായിട്ട് പിരിഞ്ഞിരിക്കുകയാണ് വാനരന്മാർ. എനിക്ക് വേണ്ടിയാണ് ഈ വിരഹം അവർ സഹിച്ചത്. അതുകൊണ്ട് അവർക്ക് സർവ്വവിധ ദാമ്പത്യ സുഖങ്ങളും ജീവിത സുഖങ്ങളും കൊടുക്കണം. ആരൊക്കെ ആ വാനര യുദ്ധത്തിൽ മരിച്ചിട്ടുണ്ടോ അവരൊക്കെ ജീവിക്കും വേണം. അംഗഭംഗവും മുറിവോ ഉള്ളതൊക്കെ മാറും വേണം. ഒറ്റ ആൾ പോലും ജീവിച്ചിരിക്കരുത്, ജീവിച്ചിരിക്കാതെ ആവരുത്. അകാലത്തുള്ള ചരം ഒറ്റ ആൾക്ക് ബാധിക്കാതെ ആക്കിത്തരണം. അവർക്ക് കുടിക്കാൻ ധാരാളം തേനും പാലും നദിയിൽ ഒഴുകട്ടെ. തേനും പാലും ഒഴുകുമോ ചോദിച്ചാൽ വെള്ളം ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞാലും മതി. അതിന് അങ്ങനെ പറയുമ്പോൾ നന്നാക്കിയിട്ട് പറയാലോ. അങ്ങനെ അവർക്ക് എല്ലാവിധ സുഖങ്ങളും കൊടുക്കണം, ആയുസ് കൊടുക്കണം, ആരോഗ്യം കൊടുക്കണം. യുദ്ധത്തിൽ ഒറ്റ വരിച്ച വാനരൻ പോലും ജീവിക്കാതെ ഇരിക്കരുത്. വൃക്ഷങ്ങൾ എല്ലാം കായകളും ഖനികളും അവർക്ക് കിട്ടട്ടെ. ദേവേന്ദ്രൻ അനുഗ്രഹിച്ചു. അങ്ങനെ ആവട്ടെ രാമ, എന്തങ്ങ് പ്രാർത്ഥിച്ചു അതേപോലെയാവും. അങ്ങ് ഭരിക്കുന്ന സമയത്ത് സൽഗന്ധ പുഷ്പങ്ങളായിട്ടുള്ളതേ ഉണ്ടാവുള്ളൂ. ദുർഗന്ധ പുഷ്പങ്ങളൊക്കെ സൽഗന്ധ പുഷ്പങ്ങളാവും. കാലം ഇല്ലാത്ത വിധത്തിൽ അവ കായ്ക്കും. ചിലതൊക്കെ ചില സമയത്തല്ലേ കായ്ക്കുള്ളൂ. മാങ്ങക്കാലത്ത് മാങ്ങ അങ്ങനെ ആവില്ല. എല്ലാ കാലത്തും സർവ്വ പുഷ്പങ്ങളും പുഷ്പിക്കുകയും ഫലങ്ങൾ ഉണ്ടാകുന്ന വൃക്ഷങ്ങളിൽ ഫലങ്ങൾ ഉണ്ടാവുകയും ഒരാൾക്ക് പോലും ദുഃഖമോ ദൗർലഭ്യമോ ദാരിദ്ര്യമോ ഇല്ലാതെ ആവട്ടെ എന്ന് ഞാനിതാ അനുഗ്രഹിക്കുന്നു. എല്ലാ വാനരന്മാരെയും അവരവരുടെ സ്ഥലമായ കിഷ്കിന്ധയിലേക്ക് വിട്ടയക്കുക. അങ്ങ് അയോധ്യയിലേക്ക് പോയിട്ട് ഭരതനെ കണ്ട് പട്ടാഭിഷിക്തനായിട്ട് സുഖമായിട്ട് രാജ്യം ഭരിച്ച് കീർത്തി നേടുക. 1000 വർഷം രാജ്യം ഭരിച്ചു എന്നൊക്കെ പറയണം. അങ്ങനെ ദേവേന്ദ്രൻ സ്വർഗത്തിലേക്ക് പോയി വൻ പടയോട് കൂടിയിട്ട് അങ്ങനെ ശോഭിച്ചു. രാമലക്ഷ്മണന്മാർ രക്ഷിക്കുന്നതും വളരെയേറെ സന്തോഷവും ശാന്തതയും നിലനിന്ന രാവണൻ്റെ രൗദ്രങ്ങളൊക്കെയാണ് പോയല്ലോ. ആ ലങ്ക അങ്ങനെ വിളങ്ങി എന്ന് പറയാണ്. അപ്പോൾ വിഭീഷണന് ഒരാഗ്രഹം, രാമ ഇന്ന് രാത്രി ഇവിടെ കൂടാം, നാളെ അയോധ്യയ്ക്ക് പോയാൽ പോരെ, ഒരു ദിവസം എൻ്റെ ആതിഥ്യം സ്വീകരിക്കുക. വിഭീഷണൻ്റെ കയ്യിലും ലങ്ക. അതുകൊണ്ട് ധാരാളം കുറിക്കൂട്ടുകളെ വസ്ത്രം, ആഭരണങ്ങൾ, ചന്ദനം മുതലായിട്ടതൊക്കെ അണിഞ്ഞ് എനിക്ക് അങ്ങേന്ന് കാണണം. 3 കാലം താപസവേഷമാണ്. ഒക്കെ ഒന്ന് മാറ്റി
കുറിക്കൂട്ട് മുതലായിട്ടതൊക്കെ സുഖമായിട്ട് കുളിച്ച് വസ്ത്രം ധരിച്ച് സർവാലങ്കാരഭൂഷിതനായിട്ട് അങ്ങേ ഒന്ന് കണ്ട് രാത്രി ഒരു ആതിഥ്യം, ഡിന്നർ പാർട്ടി എന്നുള്ളത് വേണമെങ്കിൽ പറയാം, അങ്ങേക്ക് ഞാൻ നൽകണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് വിഭീഷണ. അത് ഞാൻ സ്വീകരിച്ചിരിക്കുന്നു, പക്ഷേ നടക്കില്ല. സ്വീകരിച്ചിരിക്കുന്നു നടക്കില്ല എന്ന് പറഞ്ഞാൽ എന്താ? എൻ്റെ ഭരതൻ അവിടെ എങ്ങനെയാണ് കഴിയുന്നത്? എൻ്റെ സഹോദരനായിട്ടുള്ള ഭരതൻ ഗോമൂത്രത്തിൽ ഭക്ഷണം കലക്കി സ്വാദറിയാതെ എന്നെ ചിന്തിച്ച് വ്രതചര്യയിലാണ് കഴിയുന്നത്. ഞാനപ്പോൾ ഇവിടെ എങ്ങനെ ഭക്ഷണാദികളെ കൊണ്ടും അലങ്കാരാദികളെ കൊണ്ടും അങ്ങനെയുള്ള ചിലതൊക്കെ കൈക്കൊള്ളും? സാധ്യമല്ല. ഭരതനെ കണ്ടല്ലാതെ ഞാൻ കുളിക്കുകയോ മറ്റു നിലയ്ക്കുള്ളതായ വസ്ത്രാഭരണങ്ങളോ നഗര രീതിയിലുള്ള ഒന്നും ചെയ്യില്ല. ഇന്നിവിടെ വസിക്കാം, അത് വിരോധമില്ല, അത് അങ്ങ് പറഞ്ഞത് ഞാൻ ചെയ്യാം. പക്ഷേ ഭക്ഷണത്തിലും എൻ്റെ വ്രതചര്യയിലോ വസ്ത്രാഭരണങ്ങളിലോ ഒരു നിലയ്ക്കും ഒരു മാറ്റവും ഭരതനെ കാണുന്നത് വരെ ഞാൻ വരുത്തില്ല. കണ്ടതിന് ശേഷമാവാം. അങ്ങനെ വരുമ്പോൾ വിമാനം, പുഷ്പക വിമാനം തയ്യാറായി. അയോധ്യയിലേക്കുള്ളതായ യാത്ര. ആ പുഷ്പക വിമാനത്തിൽ കയറണം. വാനരന്മാരെ വേണ്ട പോലെ പൂജിച്ച്, ആ വാനരന്മാരെ പൂജിച്ചാൽ എന്നെ പൂജിച്ചതിന് തുല്യമാണ്. അപ്പം വിഭീഷണൻ ഞാൻ എന്താണ് ഇനി ചെയ്യേണ്ടത് രാമ എന്ന് ചോദിച്ചു. ഇപ്പം പറഞ്ഞു, നല്ല രീതിയിൽ ലങ്ക ഭരിക്കുക, പിന്നെ എന്നെ സർവ്വതോ സഹായിച്ചതായിട്ടുള്ള ഈ വാനരന്മാരെ ഒന്ന് ബഹുമാനിക്കുക. ലങ്കാരാജാവിൻ്റെ ആദരവും കൂടി അവർക്ക് കിട്ടട്ടെ. അതിലെന്താ തെറ്റ്? നെയ്യേറിയ അപ്പം കേടുവരുമോ? എനിക്ക് വേണ്ടി അവരുടെ ജീവിതവും ജീവനടക്കം ത്യജിച്ച് എന്നെ ഈ യുദ്ധത്തിൽ സഹായിച്ചതായിട്ടുള്ളവരെ സർവ്വതോ വിഭീഷണ ഒന്ന് സന്തോഷിപ്പിക്കൂ. എന്നാൽ ഞാൻ സന്തോഷിപ്പിച്ചോളും. അതെന്നെ സന്തോഷിപ്പിച്ചതിന് തുല്യം തന്നെയാണ്. രത്നങ്ങളോ സ്വർണ്ണങ്ങളോ എന്തൊക്കെയാണ് അവർക്ക് വേണ്ടച്ചാൽ കൊടുക്കുക. ഒരു പത്നിമാരോട് കൂടിയിട്ട് അവിടെ കഴിയണവരാണ്. അവർക്കതൊക്കെ ആവശ്യമുണ്ട്. രത്നം ധനം എന്നൊക്കെ വേണ്ടവരാണ്. സന്യാസികളോ വെറും മൃഗങ്ങളോ മൃഗങ്ങളല്ല അവർ. ഈ വാനരന്മാർ ദേവകളായതുകൊണ്ട് അവർക്ക് പ്രത്യേക പരിവേഷമുണ്ട്. അതുകൊണ്ട് അവർക്ക് ജീവിക്കാൻ ധനമൊക്കെ വേണം. ആ ധനവും രത്നവും നൽകി അവരെ ബഹുമാനിക്കൂ വിഭീഷണ. എന്നാൽ എനിക്ക് തന്നതുപോലെ തന്നെയാണ് എല്ലാം എന്നങ്ങനെ പറഞ്ഞ് ആ വിമാനത്തിൽ സീതയെ മടിയിലിരുത്തി സർവേശ്വരനായിരിക്കുന്ന ഭഗവാൻ തിളങ്ങി സീതാസമേതനായിട്ടങ്ങനെ തിളങ്ങുകയാണ്. എല്ലാവരോടും വിട പറഞ്ഞ് ചോദിക്കുകയാണ്. വിട പറഞ്ഞു, ഞാൻ അയോധ്യയിലേക്ക് പോകട്ടെ. സുഗ്രീവ, നീ ചെയ്യേണ്ടത് ചെയ്തു, സഖ്യം ചെയ്തു, എല്ലാവിധത്തിനും രാവണവത്തിന് സഹായിക്കാമെന്ന് പറയുകയല്ല, പ്രവൃത്തി കൊണ്ട് നീ അത് ചെയ്തു. നീ കിഷ്കിന്ധയിൽ ഐശ്വര്യത്തോടു കൂടിയിട്ട് ദീർഘായുഷ്മാനായിട്ട് വാഴുക. എൻ്റെ അനുഗ്രഹം നിനക്ക് എപ്പോഴും ഉണ്ടാവും. ഇന്ദ്രൻ പോലും നിന്നെ ജയിക്കില്ല. എൻ്റെ അനുഗ്രഹമാണ്. ഭഗവാൻ അനുഗ്രഹിച്ചാൽ പിന്നെ അത് അനുഗ്രഹവും. ഇന്ദ്രൻ്റെക്കാൾ മീതെ നീ വിളങ്ങും. കാരണം ഇന്ദ്രൻ എന്നെ സഹായിച്ചിട്ടൊന്നുമില്ലല്ലോ, നീയാണ് എന്നെ സഹായിച്ചത്. അതുകൊണ്ട് സർവ്വവിധത്തിലുള്ള ഐശ്വര്യവും നിനക്ക് ഉണ്ടാവട്ടെ. അങ്ങനെ രാമൻ ആ വിമാനത്തിൽ കുബേരനെ പോലെ ശോഭിച്ചു എന്ന് പറയണം. കുബേരന് തുല്യമായിട്ടുള്ള തേജസ്സോട് കൂടിയിട്ട് അതിൽ അങ്ങനെ ശേഖരിച്ച ആകാശത്തിൽ ആ വിമാനം അങ്ങനെ തിളങ്ങി എന്നാണ്. ക്ഷിപ്രമാരോക സുഗ്രീവ വിമാനം വാനരേ സഖാ ബ്രവീ രാഘവ ശ്രീമാന്ത സുഗ്രീവ വിഭീഷണ. അവിടെ ഒരു കാര്യം കൂടി ഉണ്ട്. എന്താ ചോദിച്ചു കഴിഞ്ഞാൽ, ഞങ്ങളും അയോധ്യയിലേക്ക് വരട്ടെ രാമ. അങ്ങയുടെ പട്ടാഭിഷേകവും കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് കാണണം എന്നുണ്ട്. അതുകൊണ്ട് ഈ വിമാനത്തിൽ തന്നെ അങ്ങയോടുകൂടി വന്ന് അയോധ്യയിൽ വന്ന് പട്ടാഭിഷേകം കാണാനാണ്, കണ്ടിട്ടാണ് ഞങ്ങൾക്ക് ഞങ്ങളുടെ നാട്ടിലേക്ക് മടങ്ങാൻ ആഗ്രഹമുള്ളൂ. അതിന് അനുജ്ഞ തരണം. രാമൻ പറഞ്ഞു, അങ്ങനെയാവാലോ, അതിനെന്താ വിരോധം? എല്ലാവരും വിമാനത്തിൽ കയറിക്കൊള്ളുക. വാനന്മാരെല്ലാം സുഗ്രീവനോടടക്കം വിഭീഷണനടക്കം ആ വിമാനത്തിൽ, പുഷ്പക വിമാനത്തിൽ അങ്ങനെ കയറി. അമാത്യന്മാർ, മന്ത്രിമാർ അവരൊക്കെയും കയറട്ടെ. വിഭീഷണ അങ്ങ് മന്ത്രിമാരോടും കൂടിയിട്ട് കയറിക്കോളൂ. അങ്ങനെ ഹംസതുല്യമായിട്ടുള്ള ആ സൂര്യനെ പോലെ വെട്ടിത്തിളങ്ങുന്ന വിമാനം ആകാശത്തിലങ്ങനെ ശോഭിച്ചു. അത് അയോധ്യയെ ലക്ഷ്യമാക്കിയിട്ട് അങ്ങനെ പറക്കുകയാണ്. അപ്പോൾ ഇന്ന കാഴ്ചകൾ
ആ സീതയ്ക്ക് രാമൻ കാണിച്ചു കൊടുക്കുന്നത് നമ്മൾ കണ്ടാൽ അത് വായിച്ചാൽ നമുക്ക് ഈ വിമാനത്തിൻ്റെ ആ വേഗതയ്ക്കനുസരിച്ചിട്ടാണ് പറയുന്നത് എന്നാണ് ചിലർ പറയുന്നത്. നമുക്ക് കൃത്യമായിട്ട് സ്പീഡൊന്നും അറിയില്ലെങ്കിലും എത്ര വേഗമാണ് അയോധ്യയിൽ എത്തിയെന്ന് വിവരിക്കുന്നത് നോക്കൂ. ആ വിവരണം കണ്ട ആ വിമാനത്തിൻ്റെ വേഗതയിലുള്ള വർണ്ണന, അത്ര വേഗത്തിലൊരു വിമാനം പറക്കുകയാണെങ്കിൽ എങ്ങനെയൊക്കെയാണ് കാണാൻ, എത്ര സമയമെടുക്കും? അത്രയും സമയം 5-6 മിനിറ്റാണ് ഒരു സർഗത്തിൽ. അത്രയും സമയം കൊണ്ടാണ് അത്രയും വിമാനം വന്നത്. അതിവേഗതയുള്ളതാണെന്നാണ്. നമ്മുടെ ബോയിങ്ങിൻ്റെ സ്പീഡൊന്നും അല്ല ഉള്ളൂ. അതുകൊണ്ട് സീതയെ ഈ ലങ്കയിലാണ് എന്നെ ഉപദ്രവിച്ച രാവണൻ വധിക്കപ്പെട്ടത്. ആ പോർക്കളത്തിൽ വീണ് കിടക്കുന്നത് ഇവിടെയാണ് വീണ് കിടന്നത്. പിന്നെ ശരീരമൊക്കെ സംസ്കരിച്ചുവല്ലോ. രാവണവധം ഉണ്ടായ സ്ഥലം, കുംഭകർണൻ, പ്രഹസ്തൻ, ധൂമ്രാക്ഷൻ മുതലായിട്ടുള്ളവരെ ഹനുമാൻ വധിച്ചതും അവിടേക്ക് എത്തിയപ്പോഴേക്ക് ഈ ഭൂയാനം നീങ്ങുകയാണല്ലോ. അത് ഇതിൻ്റെ തൊട്ട് താഴെയുള്ള സ്ഥലത്താണ് ഉണ്ടായത്. ഇത് പറയുമ്പോഴേക്ക് വിമാനം അങ്ങനെ നീങ്ങുന്നുണ്ട്. അതേപോലെ തന്നെ ആ സുഷേണൻ, വിദ്യുമാലി എന്ന് പറഞ്ഞിട്ടുള്ള രാക്ഷസനെ വധിച്ചു. ഇന്ദ്രജിത്തോ ലക്ഷ്മണനാലും കൊല്ലപ്പെട്ടു. ഇങ്ങനെ നീങ്ങുകയാണ് വിമാനം. അതുപോലെ തന്നെ വികടൻ, പാർശ്വൻ വിരൂപാക്ഷൻ മുതലായിട്ടുള്ളവരെല്ലാം വധിക്കപ്പെട്ട സ്ഥലമാണ് നമ്മുടെ തൊട്ട് താഴെ കാണുന്നത്. അങ്ങനെ മണ്ഡോദരി വിലപിച്ചു. അതും ഈ തൊട്ട് താഴെയാണ് സംഭവിച്ചത്. അപ്പോഴേക്ക് വിമാനം എവിടെ എത്തി? ലങ്ക കടന്ന് വടക്കേ കടവ് ഉത്തര തീരത്തെത്തി. ആ കടവിലെത്തി. സീതയെ ഇവിടെയാണ് സേതു ബന്ധിക്കപ്പെട്ടത്. ചരിത്രത്തിൽ ഇന്ന് വരെ ഉണ്ടാവാത്ത കാര്യം, ഇനി ചിലപ്പോൾ ഉണ്ടാവില്ല. സമുദ്രത്തിൽ സേതു ബന്ധിച്ച് മൈനാകം പൊന്തി വന്ന സ്ഥലമാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. മൈനാകം പൊന്തി വന്ന ഹനുമാനോട് ആതിഥ്യം നൽകി വിശ്രമിക്കാൻ പറഞ്ഞു. രാമേശ്വരമാണ് ഇവിടെ കാണുന്നത്. ഏതൊരാൾക്കും പിതൃകർമ്മം ചെയ്ത് തർപ്പണം ചെയ്ത് പിതൃക്കൾ തൃപ്തി വരുത്താൻ ഈ രാമേശ്വരത്ത് കഴിയും. ഇതാണ് സീതയെ രാമേശ്വരത്തിൻ്റെ പ്രാധാന്യം എന്ന് രാമേശ്വരത്തെക്കുറിച്ച് ഭഗവാൻ പറഞ്ഞു കൊടുത്തു. കിഷ്കിന്ധയിലെത്തി പറഞ്ഞു. കിഷ്കിന്ധയാണ് നമ്മൾ കാണുന്നത്. ബാലിവധം നടന്നത് ഇവിടെയാണ്. സീതയെ, താര, രുമ എന്നിവരെ നമുക്ക് അയോധ്യയിലേക്ക് കൊണ്ടുപോയാലോ രാമ? ഹരിപുത്ര എന്ന് ചോദിക്കുകയാണ് സീത. സ്ത്രീകളുടെ മനഃശാസ്ത്രം സ്ത്രീകൾക്കല്ലേ അറിയാം. കുറേ കാലമായി പിരിഞ്ഞിരിക്കണു. അപ്പോൾ ഈ സുഗ്രീവൻ്റെ കൂടെ വരണം എന്ന് ആ താരയ്ക്കോ രുമയ്ക്കൊക്കെ ഇപ്പം രണ്ടുപേരും സുഗ്രീവൻ്റെ സംരക്ഷണത്തിലാണല്ലോ കഴിയണം. ആയിക്കോട്ടെ, സീതയ്ക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ രാമന് ചോദ്യത്തിലെ വിമാനം ഒന്ന് ഇറക്കാൻ പറഞ്ഞു. പൈലറ്റ് ആരാന്ന് നിശ്ചയില്ല, പൈലറ്റ് ഉണ്ടോയെന്ന് നിശ്ചയില്ല കേട്ടോ. വിമാനം കിഷ്കിന്ധയിൽ ഇറക്കി ആ സ്ത്രീകളോടൊക്കെ അണിഞ്ഞൊരുങ്ങി. സന്തോഷമാണല്ലോ. സർവാഭരണ വിഭൂഷിതകളായിട്ട് അയോധ്യയിലേക്ക് വരൂ, എല്ലാവരും പുറപ്പെടാൻ പറഞ്ഞു. എല്ലാവരും പുറപ്പെട്ടു. താര പുറപ്പെട്ടു. അയോധ്യ എന്ന് കാണാം എന്നങ്ങനെ വിചാരിച്ച എല്ലാവരും അതിനങ്ങനെ ഋഷ്യമൂകാചലത്തിലെത്തി. ബാലിവധം നടത്തിയിട്ട സ്ഥലം കണ്ടു. പമ്പ, ശബരിക്ക് മോക്ഷം കൊടുത്ത സ്ഥലം മുതലായിട്ടതെല്ലാം കണ്ടു. വലിയൊരു വടവൃക്ഷം കണ്ടു. സീതയെ ഇവിടെയാണ് ജടായു പാവം എനിക്ക് വേണ്ടി വധിക്കപ്പെട്ടു. സ്വന്തം ജീവൻ വെടിഞ്ഞ സ്ഥലം ഇതാ കാണുന്നു. ഈ വടവൃക്ഷത്തിൽ വെച്ച് അവൻ എനിക്ക് വേണ്ടി പോരാടിയിട്ടല്ലേ ജീവൻ കളഞ്ഞത്. കരദൂഷണ ശിരസ്സുകൾ വധിക്കപ്പെട്ടതും ഈ പഞ്ചവടിയിൽ വെച്ചാണ്. ഇവിടെ വെച്ചാണ് നിന്നെ രാവണൻ കട്ടത്. തീരാത്ത ദുരിതങ്ങൾക്ക് കാരണം എല്ലാം നിന്നെ വധിച്ചതാണ്. ആ നമ്മുടെ ആശ്രമം ഇതാ കാണുന്നു. എല്ലാ അനർത്ഥത്തിൻ്റെ തുടക്കം ഇവിടെയാണ്. സുധീഷ്ണത്തിൻ്റെ ആശ്രമം ഇവിടെയുണ്ട്. അഗസ്ത്യാശ്രമം ഇവിടെയുണ്ട്. ശരഭംഗൻ്റെ ആശ്രമത്തിലെത്തി. വിരാധവധം നടത്തിയിട്ടുള്ള സ്ഥലം കണ്ടു. അത്രിയിടാശ്രമം, അവിടെ അനസൂയണക്ക് അംഗരാഗങ്ങളും ആഭരണങ്ങളും തന്നില്ലേ. ചിത്രകൂടം, യമുനാ നദി എല്ലാം കണ്ട് ഭരദ്വാജ ആശ്രമത്തിലെത്തി. അവിടെ ആ ഭരദ്വാജ ആശ്രമത്തിൽ വസിച്ച് കുറേ സംഭാഷണങ്ങളൊക്കെയാണ് ഇനിയത്തെ വിഷയം. എല്ലാവർക്കും സുഖം തന്നെയല്ലേ അയോധ്യയിൽ? രാമൻ കണ്ട ഉടനെ ചോദിച്ചത്. അമ്മയ്ക്ക് സുഖമല്ലേ, അച്ഛന് സുഖമല്ലേ ചോദിച്ചില്ല. പിന്നെ നോക്കിണ്ട. ആദ്യം ചോദിച്ചത് എൻ്റെ പ്രജകൾ സുഖമായിട്ട് വസിക്കുന്നു മഹർഷേ. അങ്ങേക്ക് അറിയാത്ത കാര്യങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ. തേച്ച അയോധ്യയ്ക്ക് സമീപമാവുക. ത്രികാലജ്ഞാനികളാണല്ലോ ഇവരൊക്കെ. അയോധ്യയിൽ വല്ല കുഴപ്പങ്ങളൊന്നും സംഭവിച്ചിട്ടില്ലല്ലോ. എൻ്റെ പ്രജകൾ സുഖമായിട്ട് വസിക്കുന്നുവോ? രാമ, അവർക്കൊരൊറ്റ കുറവേ ഉള്ളൂ. അങ്ങില്ല. അതിന് പകരം വയ്ക്കാനൊന്നും ഉണ്ടാവില്ലല്ലോ. വേറെ യാതൊരു തകരാറുമില്ല. അങ്ങ് എവിടെ പോയാലും അയോധ്യ അങ്ങയുടെ മനസ്സിലില്ലേ? ആ അയോധ്യയും കൊണ്ടല്ലേ അങ്ങേക്ക് പോകാൻ കഴിയൂ. അയോധ്യ ഇവിടെ വെച്ച് അങ്ങേക്ക് പോകാൻ കഴിയില്ല. ആ സങ്കല്പമുള്ളപ്പോൾ അയോധ്യാവാസികൾ എങ്ങനെ കഷ്ടപ്പെടും രാമ? അങ്ങയുടെ ഭൗതിക ശരീരം മാത്രമേ ഇവിടെ ഇല്ലാണ്ടുള്ളൂ.
അങ്ങയുടെ മനസ്സ് മുഴുവൻ ഇവിടെ ആയതുകൊണ്ട് അവർ സുഖികളാണ്, അകാല മരണമോ കാര്യങ്ങളോ ഒന്നും അവിടെ ഇല്ല. പക്ഷെ ഈ ഒരു കുറവുണ്ട്, രാമനില്ല എന്ന ദുഃഖം, അത് വലിയ ദുഃഖം തന്നെയാണ് എന്ന് ആ ഭരദ്വാജൻ പറയുന്നു. കുറച്ചും കൂടി ആ ഭരദ്വാജൻ്റേതായിട്ടുള്ള വിഷയങ്ങൾ ഹനുമാനെ അയക്കുകയാണ്. അവിടെ വെച്ച് ഈ വിഷയങ്ങളെല്ലാം പറയാൻ വേണ്ടിയിട്ട് പറയണു. ഗുഹനോട് രാവണവധം വരെയുള്ള സംഗതികളൊക്കെ പറയാൻ ഹനുമാനെ അയക്കുന്ന സന്ദർഭങ്ങളും തുടർന്ന് അയോധ്യയിലെത്തി പട്ടാഭിഷേകാദി വിഷയങ്ങളൊക്കെയാണ് ഇനി പറയാനുള്ളത്. പൂർവൻ രാമതപോവനാധിഗമനം മത്വാ മൃഗങ്ങാഞ്ജനം വൈദേഹീകരണം ജടായുമരണം സുഗ്രീവ സംഭാഷണം ബാലീ നിഗ്രഹണം സമുദ്രതരണം ലങ്കാപുരീദാഹനം പശ്ചാത് രാവണ കുംഭകർണനിധനം ഏതസ്യ രാമായണം. രാമായ രാമചന്ദ്രായ രാമഭദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പദൈ നമഃ. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാൽ പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. മിക്കവാറും അടുത്ത ഭാഗത്ത് രാമായണം സമാപിക്കുന്നു എന്നാണ് കരുതുന്നത്. എല്ലാവർക്കും നമസ്കാരം.